സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാട്ടാക്കടയിൽ കനത്ത മഴയിൽ വൃദ്ധ ദമ്പതികൾ താമസിച്ച വീട് തകർന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിലുണ്ട്. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, കോഴിക്കോട് നിന്ന് അഞ്ജന സുകുമാരൻ, കൊച്ചിയിൽ നിന്ന് ശ്യാമപ്രസാദ് ഉത്തമൻ, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ദുലേഖ രേണു എന്നിവർ മഴയുടെ അപ്ഡേറ്റ്സ് നൽകും. കോഴിക്കോടാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ആദ്യം രഘുനാഥിലേക്കാണ് പോകുന്നത്, ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. രഘുനാഥ് നാരായണൻ, രഘു, എന്താണ് ആലപ്പുഴയിലെ മഴയുടെ അവസ്ഥ? ആലപ്പുഴയിൽ ഇന്ന് പുലർച്ചെ മുതൽ അതിശക്തമായ മഴയാണ്. ഞാൻ നഗരത്തിലാണുള്ളത്. ഇതിൽ കൂടുതൽ മഴയാണ് നൂറനാട്, ചേർത്തല അടക്കമുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ അങ്ങനെ ഒരു വെള്ളപ്പൊക്കെട്ടിനൊക്കെയുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്കറിയാം. കുട്ടനാട് കിഴക്കൻ വെള്ളം വന്നാൽ മുങ്ങും. പക്ഷേ ഞാനുള്ളത് കുട്ടനാട്ടിലല്ല, ആലപ്പുഴ നഗരത്തിൽ. ആലപ്പുഴ ബൈപ്പാസിൻ്റെ വശത്തെ വീടാണ്. ദേശീയപാതയുടെ നിർമ്മാണം എങ്ങനെയാണ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ചേട്ടാ, സാധാരണ നിലയിലൂടെ വെള്ളം വരാറുണ്ടോ? സാധാരണ ഇല്ലായിരുന്നു. ഈ റോഡ് ഇത്രയും പൊങ്ങി വന്നപ്പോൾ ഒരു പൊക്കിയിട്ടുകൊണ്ടാണ് വെള്ളം വന്നത്. കഴിഞ്ഞ വർഷം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ബൈപ്പാസ് പണിഞ്ഞപ്പോഴാണ് പണി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വാർഡ് കംപ്ലീറ്റ് വെള്ളത്തിലാണ്. ഒരു 19 വീടെങ്കിലും ഇവിടെ വെള്ളത്തിലാണോ? പിന്നെ 10-20 വീട്, 25 വീട് ഇവിടെ തന്നെ. ഇതിന്റെ പുറവശത്തുണ്ട് വേറെ വീടുകളുണ്ട്. ഈ വെള്ളം സാധാരണ നിലയിൽ അപ്പുറത്ത് കടലല്ലേ, കടലിലോട്ട് ഒഴുകി പോകില്ല? കടലിലോട്ടല്ല, ഇതിലെവിടെയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പുറത്ത് പുഴയുണ്ട്, പുഴയുടെ അങ്ങോട്ടാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നത് ഇല്ല, ഓടെ പൊങ്ങിപ്പോയി. അതാണ് പൊതുവെ ഈ ഹൈവേയുടെ സൈഡിലെല്ലാം, ആലപ്പുഴയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേപോലത്തെ ദുരിതം മനുഷ്യനുണ്ട്. നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഓട പണിതിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വെള്ളം, ഈ പെയ്ത്ത് വെള്ളം വന്ന് കയറാനുള്ള യാതൊരുവിധമായ മാർഗവുമില്ല. ഇതാണ് പൊതുവെ ഇവിടുത്തെ ഒരു അവസ്ഥ. കുട്ടനാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വെള്ളക്കെട്ടൊന്നുമില്ല. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് വന്നാൽ മാത്രമേ കുട്ടനാട്ടിൽ അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയുള്ളൂ. ഇത് അങ്ങനെ ഒരു ശക്തമായ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പെയ്ത്ത് വെള്ളം മാത്രമാണിത്. ഇത് ഒഴുകിപ്പോയിരുന്നെങ്കിൽ, സാധാരണ നിലയിലുണ്ടായിരുന്ന നീരൊഴുക്കുകളൊക്കെ തുറന്നു വെച്ചിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഉണ്ടാവുകയില്ലായിരുന്നു. എന്തായാലും ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. പല വീടുകളിലും ആളുകൾ ഒക്കെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എത്രത്തോളം ഒരു ജനങ്ങളോടൊന്നും യാതൊരു വിധമായ ഉത്തരവാദിത്വവുമില്ലാതെ ഉദ്യോഗസ്ഥരൊക്കെ ചെയ്തു കൂട്ടിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ മനുഷ്യർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട്. നമുക്ക് ഈ ആളുകളൊക്കെ പലരും വീടുകളിൽ നിന്നൊക്കെ പോയി നമ്മൾ കുറച്ച് മുമ്പ് ഇവിടുത്തെ ചേച്ചിയോട് സംസാരിച്ചു. അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിനെ അപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് ആ വീടിൻ്റെ മുറ്റത്ത് എത്രത്തോളം വെള്ളമുണ്ടെന്ന് നോക്കാം. ഒരു നഗരത്തിൽ ഉള്ള വീടാണ്. ഒരിക്കലും ഇവിടെ ഒന്ന് പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത വീടാണ്. അവിടെ മുട്ടിന് മുകളിലുണ്ട് ഇപ്പോൾ വെള്ളം. ചേച്ചി, ഈ പ്രളയകാലത്തൊക്കെ ഇവിടെ വെള്ളം വന്നായിരുന്നോ? 2018 പോലും ഇല്ല. ഞങ്ങൾ 30 വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും വെള്ളമില്ല. ഇപ്പം വെള്ളത്തില്ല. ഹൈവേ വന്നത് കാരണം വെള്ളത്തിൽ മുങ്ങിയിരിക്കുക. ഇവിടുത്തെ കുഞ്ഞിനെയൊക്കെ അപ്പുറത്തെ വീട്ടിൽ അവിടെ വെള്ളമില്ല. അവിടെ വെള്ളമുണ്ട്. അവിടെയുണ്ട്. ഇത്രത്തോളം വെള്ളമില്ല. ചിലപ്പോൾ പേരക്കകത്തോട്ട് കയറാനായി നിൽക്കുക. നോക്ക്, 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത ഇടങ്ങളിലൊക്കെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. എന്തായാലും ഇതേപോലെ ഈ ഹൈവേ പോകുന്ന സ്ഥലങ്ങളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഹൈവേ ഉയർത്തിയിട്ടുണ്ട്. അത് ഒക്കെ നല്ലതാണ്. ഭാവിയിലേക്കൊക്കെയുള്ള ചിന്ത വെച്ചാണ് അങ്ങനെ ഉയർത്തിയത്. പക്ഷേ അപ്പോൾ ഈ വശത്ത് താമസിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് വെള്ളം നോക്ക്. ഇവിടെ ഈ ഓടയ്ക്ക് ചെറിയൊരു ഹോള്, ഈ ഓടയിലേക്ക് വെള്ളം കയറി പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ വെള്ളം ഒഴുകിപ്പോയതിന്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സംവിധാനമൊന്നും ഒരുക്കിയിട്ടില്ല. ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇനിയും മഴ അതിശക്തമായി പെയ്യാനാണ് സാധ്യത. ആകാശത്ത് നല്ല മഴക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള വെള്ളക്കെട്ടുകളെ നിലവിലുള്ളൂ. മഴയിൽ അങ്ങനെ കാര്യമായ ദുരന്തങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആലപ്പുഴയുടെ ചിത്രം അതാണ്.